ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് നല്ലൊരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവരുടെയും ഉള്ള പ്രശ്നമാണ് പഴം, അതായത് നേന്ത്രപ്പഴം കറുത്തു പോയി കഴിഞ്ഞാൽ അത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി നല്ലൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് പഴുത്ത് കറുത്ത നിറത്തിലുണ്ടാവും. ഇതെന്തായാലും നമുക്ക് കഴിക്കാനായിട്ട് മിക്കവർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതെടുക്കുക. അതെടുത്തിട്ട് ഇതിൻ്റെ തൊലി കളയുക. ഇപ്പം നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. അത് അടിച്ചെടുക്കാനാണ് കേട്ടോ, മിക്സിയിലിട്ട് അടിച്ചെടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 12 പച്ചക്കപ്പലണ്ടി, ഇഷ്ടമുള്ള കപ്പലണ്ടി ചേർക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല ചേർക്കണമെന്ന്, ഞാൻ എന്നാലും വെറുതെ ചേർക്കുന്നതാണ്. അതിനുശേഷം ഞാനൊരു 4 ഏലക്കായയുടെ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു ഉണ്ടല്ലോ, ഏലക്കായയുടെ കുരു എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ അരക്കണേൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അടുത്തായിട്ട് ഞാൻ അവലുണ്ടല്ലോ, നമ്മുടെ ചുവന്ന അവലോ വെള്ള അവലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അത് ഒരു 3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ശർക്കര അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൾറെഡി ഇതിന് നല്ല മധുരം ഉണ്ടാവും, എന്നാലും കൂടെ ഞാൻ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം 1 കപ്പ് ഫുള്ളില്ല, ഒരു 3/4 കപ്പോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് പാല്, തിളപ്പിച്ച പാല്. നമ്മളിത് അരച്ചെടുക്കാനാണ്, വല്ലാണ്ട് ലൂസാവാൻ പാടില്ല. അരച്ചെടുക്കുമ്പോൾ ഒരുവിധം തിക്ക് വേണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഈ രൂപത്തിലാവണം കേട്ടോ, വല്ലാണ്ട് വെള്ളം പോലെ ആവരുത്. കണ്ടില്ലേ? നമ്മൾ വേറൊരു പാത്രത്തിലാക്കി അത് നീക്കി വെക്കുക. ഇനി അതേ ജാറിൽ തന്നെ കുറച്ച് 2 വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി അതെടുക്കുക. 2 വലിയ ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ, 2 സ്പൂൺ ആയിക്കോട്ടെ കേട്ടോ. ഒരു നുള്ള് ഉപ്പ് ചേർക്കുക, സോൾട്ട്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അരച്ചെടുക്കാനായി, അതായത് നമുക്കൊന്ന് അടിച്ചെടുക്കണം, അതിൻ്റെ കട്ടകളൊക്കെ നീങ്ങാനായിട്ട്. അതിന് വേണ്ടിയിട്ട് പാൽ തന്നെ ഒഴിക്കുക കേട്ടോ, വെള്ളം ഒഴിക്കരുത്, പാൽ ഒഴിക്കുക. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് തുറന്ന് നോക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പം നമ്മളിവിടെ അരിപ്പൊടി മാവും പഴത്തിൻ്റെ മിക്സും വേറെ നീക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണിലാണ്. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അടുത്തായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് ഒരു 3 സ്പൂൺ അവലും. ഫ്ലെയിം സിമ്മിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ തേങ്ങ ചിരവിയതിൻ്റെയും അതുപോലെ അവലിൻ്റെയും കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നീക്കി വെക്കാം. നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് സെയിം പാനിൽ തന്നെ ഫ്ലെയിം ഓണിലാണ്, നമ്മൾ ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി, അത് പെട്ടെന്നാവും, നമ്മൾ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക, പെട്ടെന്നാവുന്നതാണ് കേട്ടോ. എന്നിട്ട്
ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അത് വേറെ പാത്രത്തിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ബാലൻസ് നെയ്യുണ്ട്. അടുത്തായിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിൽ ബാലൻസ് ആ നെയ്യുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പഴം അടിച്ചു വെച്ചിരുന്നല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ആ പഴത്തിന്റെ എന്തെങ്കിലും പച്ച സ്മെല്ല് ഉണ്ടെങ്കിൽ പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ പഴം അടിച്ചതെടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നത് അതിനാണ്. അപ്പോൾ പഴം വെന്തതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരും, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആണ് നമ്മൾ ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി നമ്മൾ മാവാക്കി അടിച്ചു വെച്ചിരുന്നല്ലോ, അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞിട്ട് അത് അതിൻ്റെ കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു 3-4 മിനിറ്റ് നേരം. കുറച്ച് പാല് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കൈയെടുക്കാണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിതാ വറുത്ത് വെച്ചിരിക്കുന്ന അവലും അതുപോലെ തന്നെ നാളികേരവും അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് നേരം കൂടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചുകൊണ്ടിരിക്കുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും കൂടെ കുക്കാവട്ടെ കേട്ടോ. 2-3 മിനിറ്റും കൂടെ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച ഒരു പാത്രത്തിൽ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ അത് നമ്മൾ സെറ്റ് ആക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ. ഞാനൊരു സാധാരണ ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇതിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ കുറച്ച് നെയ്യ് തടവിയ സ്പൂൺ, പിന്നിൽ നെയ്യ് തടവിയ സ്പൂണാണ്. അതുകൊണ്ട് നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാ ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ ചെയ്യുക. ഞാൻ ആ കഞ്ഞിവെള്ളം ഹൽവയുടെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടുണ്ട്. ഇത് തണുക്കുന്ന വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കുന്ന വരയ്ക്കും അടച്ചു വെക്കാം കേട്ടോ. ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വേഗം സെറ്റായി കിട്ടും നമുക്ക്. അപ്പോൾ ഇതാ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇത് ഈസി ആയിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൽ നെയ്യ് പുരട്ടിയിട്ട് ചെയ്തത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഫോയിൽ പേപ്പർ ഇതുപോലെ നീക്കം ചെയ്യാം. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. സാധാരണ പ്ലേറ്റിൽ വെച്ചാലും കൂടെ കിട്ടും കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള സ്പെഷ്യൽ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ല രുചിയാണ്. നമുക്ക് പെട്ടെന്ന് മട്ടില്ല, അതുപോലത്തെ ടേസ്റ്റാണ് ഇതിൻ്റെ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ
വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബായ്, താങ്ക് യു.